ഹായ്, നമ്മളിനി അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് എന്താണ്? ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു മോണോസാക്രൈഡ്സ് ആണ്. ഓക്കെ, മോണോസാക്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഷുഗർ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ബി ഫർദർ ഹൈഡ്രലൈസ്. അങ്ങനെ നമുക്ക് വീണ്ടും ഇനി അതിനെ ചെറുതാക്കാൻ പറ്റില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് ഷുഗർ ആണ് ആര്? മോണോസാക്രൈഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ സിലബസിന്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു മോണോസാക്രൈഡ് ഉള്ളൂ, അത് ഗ്ലൂക്കോസ് ആണ്. അപ്പൊ നമ്മൾ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിലേക്ക് കിടക്കാം. സ്വാഭാവികമായും നമ്മൾ റൈബോസ് പഠിച്ച പോലെ തന്നെ ഗ്ലൂക്കോസിന്റെ കെമിക്കൽ നെയിം ആദ്യം നോക്കാം. കെമിക്കൽ നെയിമാണ് ആൾഡോ ഹെക്സോസസ്. കെമിക്കൽ നെയിമാണ് ആൾഡോ ഹെക്സോസസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആൾഡോ? ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ആൽഡിഹൈഡ്. ഫങ്ഷൻ ഗ്രൂപ്പ് ഈസ് ആൽഡിഹൈഡ്. എങ്ങനെ നമ്മൾ ആൽഡിഹൈഡ് വരയ്ക്കുക? സി ഡബിൾ ബോണ്ടോ എച്ച്. ഇനി എന്താണ് ഹെക്സോസ്? നമ്മൾ നേരത്തെ ഇതുവരെ പഠിച്ചത് നമ്മൾ പെൻഡോസ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെക്സോസ് ആണ്. എന്താണ് ഹെക്സോസ്? 6 കാർബൺ. അപ്പൊ 6 കാർബൺ അടങ്ങിയ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആയ ഒരു മോണോസാക്രൈഡ് ആണ് ഗ്ലൂക്കോസ്. ഇനി ഇതിനെ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? മോളിക്കുലാർ ഫോർമുല C6H12O6. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. Give an example for monosaccharide, that is glucose. What is the chemical name of glucose? Aldohexoses. എന്താണ് ഈ ആൾഡോ? Its function group is aldehyde. What do you mean by hexose? That contain 6 carbon. എന്താണ് ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല? C6H12O6. ഓക്കെ, നമുക്കിനി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല C6H12O6. ഇനി നമ്മളിത് വരയ്ക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? C6 6 കാർബൺ വരയ്ക്കും. ഓക്കെ, നമുക്കറിയാം നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ഫസ്റ്റ് കാർബൺ നമ്മൾ എന്ത് കൊടുക്കണം? ഫങ്ഷണൽ ഗ്രൂപ്പ്. ഗ്ലൂക്കോസിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ് ആൽഡിഹൈഡ്. അപ്പോൾ ഫസ്റ്റ് കാർബൺ നമ്മൾ സി ഡബിൾ ബോണ്ടോ എച്ച്, ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഗ്രൂപ്പ്. ഇനി റൈറ്റ് സൈഡ് മുഴുവൻ OHും ലെഫ്റ്റ് സൈഡ് മുഴുവൻ Hഉം കൊടുക്കണം. അതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ തേർഡ് കാർബൺ. ശ്രദ്ധിക്കുക, ഗ്ലൂക്കോസിന്റെ കോൺഫിഗറേഷനിൽ തേർഡ് കാർബണിൽ റൈറ്റ് സൈഡിൽ Hഉം ലെഫ്റ്റ് സൈഡിൽ OHും ആയിരിക്കും. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ഓക്കെ, ദെൻ ഫോർത്ത് കാർബണിൽ റൈറ്റ് OH ലെഫ്റ്റ് H, ഫിഫ്ത്ത് കാർബണിൽ റൈറ്റ് OH ലെഫ്റ്റ് H. നമ്മളിതിൻ്റെ മോളിക്കുലർ ഫോർമുല കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഹൈഡ്രജൻ 1 2 3 4 5 6 7 8 9. അപ്പം 3 ഹൈഡ്രജൻ കുറവുണ്ട്. ഇതേപോലെ ഓക്സിജൻ 1 2 3 4 5, ഒരു ഓക്സിജൻ കുറവുണ്ട്. അപ്പൊ ഈ 6th കാർബണിൽ CH2OH. ശ്രദ്ധിക്കേണ്ട കാര്യം, തേർഡ് കാർബണിൽ കോൺഫിഗറേഷനിൽ വ്യത്യാസമുണ്ട്. റൈറ്റ് സൈഡിൽ ഹൈഡ്രജനും ലെഫ്റ്റ് സൈഡിൽ OHും ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ട്രക്ചറിനെ പൈരനോസിലേക്ക്, റിംഗ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ റൈബോസിൽ പഠിച്ചപ്പോൾ പെൻഡോസ് ആയിരുന്നു. പെൻഡോസ് കണക്ട് ചെയ്യുമ്പോൾ 1ഉം 4ഉം കണക്ട് ചെയ്യണ പോലെ ഹെക്സോസ് കണക്ട് ചെയ്യുമ്പോൾ 1ഉം 5ഉം തമ്മിൽ കണക്ട് ചെയ്യാം. എന്ത് കണക്ട് ചെയ്യാം? 1ഉം 5ഉം തമ്മിൽ കണക്ട് ചെയ്യാം. 1ഉം 5ഉം കണക്ട് ചെയ്യാം. ഇനി ആ കണക്ട് ചെയ്യാൻ അതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്കറിയാം, ഇവിടെ ഡബിൾ ബോണ്ട് O ആണ് അല്ലെ? ഈ ഡബിൾ ബോണ്ട് ഓനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അഡീഷൻ റിയാക്ഷൻ നടക്കണം. എന്ത് നടക്കണം? അഡീഷൻ റിയാക്ഷൻ നടക്കണം. ഈ അഡീഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ അഡീഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ കാർബണിലേക്കും ഒരു മോളിക്യൂൾ കൊടുക്കണം, ഈ ഓക്സിജനിലേക്കും ഒരു മോളിക്യൂൾ, രണ്ടിലേക്കും തുല്യ മോളിക്യൂൾ കൊടുക്കുമ്പോൾ മാത്രമേ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ 5th കാർബണില ഈ ഹൈഡ്രജന നേരെ കൊണ്ടുപോയി ഇതിൽ ഓക്സിജന് കൊടുക്കുന്നു. അതേപോലെ ഈ 5th കാർബണില ഓക്സിജന് നേരെ കൊണ്ടുപോയി ഈ കാർബൺ എടുക്കുന്നു. അപ്പൊ രണ്ടിലേക്കും ഈക്വൽ മോളിക്യൂളിനെ ആഡ് ചെയ്തപ്പോൾ അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ വീണ്ടും കൺവേർട്ട് ചെയ്ത് വരയ്ക്കാം. വീണ്ടും 6 കാർബൺ വരയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് കാർബണിൽ
അഡീഷൻ റിയാക്ഷൻ കഴിഞ്ഞു, ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഓക്സിജനൊപ്പം ആര് ചേർന്നു? ഹൈഡ്രജൻ. അപ്പൊ റൈറ്റ് സൈഡിൽ OH, ലെഫ്റ്റ് സൈഡിൽ H. സെക്കൻഡ് ഒരു മാറ്റമില്ല, റൈറ്റ് സൈഡിൽ OH, ലെഫ്റ്റ് സൈഡിൽ H. നമുക്കറിയാം തേർഡ് കാർബണിൽ ഗ്ലൂക്കോസിൽ എക്സെപ്ഷൻ ആണ്, ഡിഫറൻസ് ആണ്. അത് റൈറ്റ് സൈഡിൽ Hഉം ലെഫ്റ്റ് സൈഡിൽ OHഉം ആയിരിക്കും. ഓക്കെ, ദെൻ ഫോർത്ത് കാർബണിൽ OH, H. ഇനി ഫിഫ്ത്ത് കാർബൺ നോക്കാം, ലെഫ്റ്റ് സൈഡിൽ H ആണ്. ഇവിടുത്തെ ഹൈഡ്രജൻ ഒന്നാമത്തേക്ക് പോയി, ദെൻ ഇവർ തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. ദെൻ ലാസ്റ്റ് കാർബണിൽ CH2OH. ഇപ്പൊ നമ്മൾ ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൽ നമ്മൾ എവിടേക്ക് വരയ്ക്കാൻ പോവാണ്? പൈരനോ സ്ട്രക്ചറിലേക്ക് പോകണം. ഗ്ലൂക്കോസിന്റെ പൈരനോ സ്ട്രക്ചർ റിംഗ് ഫോമിലേക്ക് പോകണം. നമ്മൾ ആദ്യമേ പറഞ്ഞു ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ആൾഡോ ഹെക്സോസ് ആണ്. അപ്പൊ 6 കോർണറുള്ള റിംഗ് വരയ്ക്കുക. 6 കോർണറുള്ള റിംഗ് വരയ്ക്കുക. ഇതാണ് പൈരനോ സ്ട്രക്ചർ. ഇവിടെ നമ്മൾ കാർബൺ 1 കൊടുക്കുന്നു, കാർബൺ 2 കൊടുക്കുന്നു, കാർബൺ 3, കാർബൺ 4. 1 2 3 4. ഇവിടെ നമ്മൾ കാർബൺ 5 കൊടുക്കും. നമുക്ക് എത്ര കാർബൺ വേണം? 6 കാർബൺ. അപ്പൊ ഈ 5ാമത്തെ കാർബണിന്റെ മുകളിലായിട്ട് കാർബൺ 6 കൊടുക്കും. ഓക്കെ, നമ്മൾ റൈറ്റ് സൈഡിലുള്ളതൊക്കെ നമ്മൾ എന്ത് താഴെ എഴുതുന്നു. ഫസ്റ്റ് കാർബണിൽ OH റൈറ്റ് സൈഡിൽ, സെക്കൻഡ് കാർബണിൽ റൈറ്റ് സൈഡിൽ OH, തേർഡ് കാർബൺ വ്യത്യാസമുണ്ട്, റൈറ്റ് സൈഡിൽ ഹൈഡ്രജൻ ആണ്. ദെൻ ഫോർത്ത് കാർബണിൽ താഴെ OH ആണ്, സിക്സ്ത് കാർബണിൽ CH2OH. ഓക്കെ, നെക്സ്റ്റ് ഈ ലെഫ്റ്റ് സൈഡ് മുഴുവൻ നമ്മൾ മുകളിലോട്ട് എഴുതണം. ഫസ്റ്റ് കാർബണിൽ ഹൈഡ്രജൻ, സെക്കൻഡ് കാർബണിൽ ഹൈഡ്രജൻ, തേർഡ് കാർബണിൽ OH, ഫോർത്ത് കാർബണിൽ ഹൈഡ്രജൻ, ഫിഫ്ത്ത് കാർബണിൽ ഹൈഡ്രജൻ ആണ്. അത് എഴുതാൻ പറ്റില്ല, ഫിഫ്ത്ത് കാർബൺ കണക്ട് ചെയ്തിട്ട് 6ാമത്തെ കാർബൺ നിൽക്കണം. അപ്പൊ താഴെ സ്പേസ് ഉണ്ട്, താഴെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഹൈഡ്രജൻ കൊടുക്കുന്നു. ഈ ഷുഗറിനെ വിളിക്കുന്ന പേരാണ് ആൽഫ ഗ്ലൂക്കോസ്. ആൽഫ ഗ്ലൂക്കോസ്. ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർബണിൽ OH താഴെയാണെങ്കിൽ അത്ര ഷുഗറിനെ വിളിക്കുന്ന പേരാണ് ആൽഫ. ഈ OH മുകളിൽ പോവുകയാണെങ്കിൽ ആ ഷുഗറിനെ വിളിക്കുന്ന പേരാണ് ബീറ്റ. അപ്പൊ നമ്മൾ ഈ പഠിച്ച ഫിഗർ പ്രകാരം ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല C6H12O6. അതാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം വരെയാണ്, വിച്ച് വൺ ഈസ് മോണോസാക്കറൈഡ്സ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഒരു മോണോസാക്കറൈഡ് ആകെ ഗ്ലൂക്കോസ് ആണ്. നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട കാര്യം അതിന്റെ ഉത്തരം ഗ്ലൂക്കോസ്. ഓക്കെ, ഇനി ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുലയാണ് വരുന്നതെങ്കിൽ C6H12O6. ഇനി മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രക്ചർ ആയിട്ട് വരാം. സ്ട്രക്ചർ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റിങ്ങിന്റെ അകത്ത് ഹെക്സോസ് ആണോ നോക്കുക, ഫംഗ്ഷൻ ഗ്രൂപ്പ് നോക്കുക, അതേപോലെ തേർഡ് കാർബണിലെ ഈ അറേഞ്ച്മെന്റ്സ് നോക്കുക. ഓക്കെ, എല്ലാ സ്ട്രക്ചറും നിങ്ങളുടെ ഓപ്ഷൻ വരുന്ന എല്ലാ സ്ട്രക്ചറിലും C6H12O6 ആണെങ്കിൽ അതിന്റെ കോൺഫിഗറേഷനിലേക്ക് മാറ്റുണ്ടാവുക. തേർഡ് കാർബൺ എപ്പോഴും ഹൈഡ്രജൻ താഴെയും മുകളിൽ OH ആയിരിക്കും. ഇതാണ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ. ദി സ്ട്രക്ചർ ഈസ് നോൺ ആസ് ആൽഡോ ഹെക്സോസസ്. ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല ഈസ് C6H12O6. ഈ കാണുന്ന സ്ട്രക്ചർ ഇതാണ് ഗ്ലൂക്കോസ്. നമ്മൾ പഠിച്ചു C6H12O6. ഗ്ലൂക്കോസ് പഠിച്ചു കഴിഞ്ഞു. അതാണ് ഒരു മോണോസാക്കറൈഡ്സ്. ഇനി മറ്റൊരു മോണോസാക്കറൈഡ് എക്സാമ്പിളാണ് ഗാലക്ടോസ്. ഇത് നമ്മുടെ സിലബസിൽ പഠിക്കാനില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൂ ഗാലക്ടോസും ഗ്ലൂക്കോസും തിരിച്ചറിയാൻ വേണ്ടി. ഇങ്ങോട്ട് നോക്കിയേ, ഈ ഗാലക്ടോസ് നമ്മൾ പഠിക്കണം. ഗാലക്ടോസ് ഗ്ലൂക്കോസ് പോലെ തന്നെ അതിന്റെ കെമിക്കൽ നെയിം ആൾഡോ ഹെക്സോസസ്, അതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽഡിഹൈഡ്, അത് ഹെക്സോസ് ആണ് 6 കാർബൺ. അപ്പൊ എവിടെ വ്യത്യാസം ഉണ്ടാവുക? നമ്മൾ നേരത്തെ റൈബോസ് ഡിയോക്സ് റൈബോസ് പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന വ്യത്യാസം അതിന്റെ മോളിക്കുലർ ഫോർമുല ആയിരുന്നു. റൈബോസ് C5H10O5 ആയിരുന്നെങ്കിൽ ഡിയോക്സ് റൈബോസ് C5H10O4 ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം നോക്കിയേ, രണ്ട് മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ C6H12O6 ആണ്. അതുപോലെ തന്നെയാണ് ഗാലക്ടോസിന്റെ മോളിക്കുലർ ഫോർമുല. അപ്പൊ ഫുള്ളായിട്ട് സെയിം ആണ്. പക്ഷെ അവിടെ വ്യത്യാസം അതിന്റെ കോൺഫിഗറേഷൻ അറേഞ്ച്മെന്റിലെ വ്യത്യാസം. ഈ ഫോർത്ത് കാർബൺ ശ്രദ്ധിക്കേണ്ട, ഈ ഫോർത്ത് കാർബണിൽ OH മുകളിലോട്ട് പോവുകയും H താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? ഈ ഗ്ലൂക്കോസ് നേരെ ഗാലക്ടോസ് ആയി മാറുന്നു. ഓക്കെ,
ഇപ്പൊ ഗാലക്ടോസും ഗ്ലൂക്കോസും തമ്മിൽ ആകെ വ്യത്യാസം എവിടെയാണ്? ഫോർത്ത് കാർബണിലെ OHന്റെയും Hന്റെയും പൊസിഷൻ മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്ലൂക്കോസ് ഗാലക്ടോസ് ആയിട്ട് മാറുന്നു.